സിനിമ സ്വാധീനിച്ച ജീവിതങ്ങളുമുണ്ട്, സിനിമയ്ക്കായി സമർപ്പിച്ച ജീവിതങ്ങളുമുണ്ട്. നല്ല സിനിമയുടെ സന്ദേശം പ്രചരിപ്പിച്ച് ഒപ്പം നടക്കുന്ന ചില ജീവിതങ്ങളുമുണ്ട്. എന്നും നല്ല സിനിമയുടെ കാഴ്ചക്കാരനായി, അതിൻ്റെ പ്രചാരകനായി, ചലച്ചിത്ര കൂട്ടായ്മകളുടെ അമരക്കാരനായി, എല്ലാത്തിനുമുപരി ഒരു നല്ല മനുഷ്യനായി നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരാൾ MF തോമസ്. അപ്രപാളിക്ക് മുന്നിലെ ശുഷ്കാവിസ്മയം. എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് തിരിച്ചുവിട്ടത് എന്ന് പറയുന്നത് ഒരു ചിത്രമാണ്. അത് സത്യജിത് റായിയുടെ അപരാജിതം എന്ന് പറയുന്ന ചിത്രമാണ്. അപരാജിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമ ആസ്വാദനത്തെ തികച്ചും മാറ്റിക്കളഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കും. ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പു കൽക്കട്ടയിൽ പഠിക്കാനായിട്ട് പോയിട്ട് അവിടെ നിന്ന് അബു തിരിച്ചു വരുന്ന ഒരു വീട്ടിലേക്ക് വരുന്ന രംഗത്ത്, വീട്ടിൽ വരുമ്പോൾ അപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇളയച്ചൻ ഒരു മൺകൂന അമ്മയെ കുറിച്ചിട്ട കുഴിമാടമാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അപ്പു അതിൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന രംഗമുണ്ട്. ഞാൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആ രംഗം കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. 1.5 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അമ്മ മരണത്തിന് അടിപ്പെട്ടു പോയിരുന്നു. ഒരിക്കലും കാണാത്ത എൻ്റെ ഒരു അമ്മ എന്താണ് എന്നുള്ളത് എന്നെ വളരെ ഒരു ആറ്റം ബോംബിൻ്റെ ശക്തിയോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറ്റി തന്നത് ആ സതീറയുടെ അബുത്രയത്തിലെ 2ാമത്തെ ചിത്രം ആണ്. പക്ഷേ ഈ ചിത്രം അത് ചിലപ്പോൾ സതീറയുടെ തന്നെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കില്ല. പക്ഷേ അതിൽ പറയുന്ന പ്രമേയം എൻ്റെ ജീവിതവും ആയിട്ട്, എൻ്റെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട്, എൻ്റെ അമ്മയെപ്പറ്റി, ഒരിക്കലും കാണാത്ത അമ്മയെപ്പറ്റി ഒക്കെ അത് പറയുന്നതായിട്ട് എനിക്ക് തോന്നുകയും എൻ്റെ ജീവിതത്തിൽ ഇത്രയും 50-60 കൊല്ലത്തിന് ശേഷവും ഓർക്കുന്ന തരത്തിൽ എൻ്റെ സിനിമാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിക്കളഞ്ഞ ഒരു കാഴ്ചയായിരുന്നു. നല്ല സിനിമയോടുള്ള പ്രണയമായി തോമസിൽ വളർന്നു. തൃശ്ശൂരിലെ ജോസ് തിയേറ്ററിലും മാതാ തിയേറ്ററിലും പ്രദർശനത്തിനെത്തിയ ക്ലാസിക് സിനിമകൾ നൽകിയ അനുഭവം, കഥയെഴുത്തും നാടകാഭിനയവും സിനിമയും നിറഞ്ഞ ജീവിതം തോമസിനെ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിലെത്തിച്ചു. നവസിനിമയുടെ വസന്തത്തെ ആനയിച്ചുകൊണ്ട് ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങൾ അക്കാലത്ത് സജീവമായി തുടങ്ങിയിരുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അന്നും എനിക്ക് ചിത്രലേഖയെ പറ്റി അറിയാം. ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഫിലിം സൊസൈറ്റി, ആദ്യത്തെ ഫിലിം സൊസൈറ്റി, അടൂർ ഗോപാലകൃഷ്ണനും കൊളത്തു ഭാസ്കരൻ നായരും ഒക്കെയുള്ള നേതൃത്വം നൽകുന്ന സൊസൈറ്റി എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല പല കാരണങ്ങളെ കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് പത്രത്തിൽ ഇന്നത്തെ പരിപാടി എന്നുള്ള കോളത്തിൽ ചിത്രലേഖ മഹാനഗർ, സതീറയുടെ തന്നെ മഹാനഗർ എന്ന ചിത്രം കാണിക്കുന്നു എന്നുള്ളത് വായിച്ചറിയുന്നു. രാവിലെ തന്നെ ചിത്രലേഖ അന്വേഷിച്ച് ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ പോയിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ വഴികളൊക്കെ ചോദിച്ചറിഞ്ഞ്
ശാസ്ത്രമംഗലത്തെ ചിത്രലേഖയുടെ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഒരു മേശ ഇട്ടിട്ടുണ്ട്. ആ മേശയുടെ പുറത്ത് അടൂർ ഗോപാലകൃഷ്ണൻ കയറിയിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കണമെന്നുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ അംഗത്വം ചിത്രലേഖയിൽ എടുക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണനായിട്ട് ഒക്കെ പരിചയപ്പെടുന്നതും ചെറിയ തോതിൽ പരിചയപ്പെടുന്നു. അങ്ങനെയാണ് ചിത്രലേഖയും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത്. ചിത്രലേഖയിൽ അംഗത്വം എടുക്കാനും അന്ന് വൈകിട്ട് മഹാനഗർ കാണാനും ഉള്ള അവസരം ലഭിച്ചത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ട് അതിലേക്ക് വരുന്നത് എന്ന് പറയാം. 1969 M.F. തോമസ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലെ കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. 1965 ജൂലൈയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ ആരംഭിക്കുന്നത്. താമസിയാതെ തോമസ് ഈ സൊസൈറ്റിയിലെ അംഗമായി സൊസൈറ്റിയിലെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായി. അതിൻ്റെ കാര്യദർശികൾ 3 കാര്യദർശികളാണ് ഉണ്ടായിരുന്നത്. ഓർഗനൈസിംഗ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി. ഇങ്ങനെ ഈ പല പദവികളിലും അദ്ദേഹം മാറി മാറി സേവനം നടത്തിയിട്ടുണ്ട്. തോമസ് കണ്ടിട്ടുള്ളത് ഇത്രത്തോളം സിനിമ കണ്ടിട്ടുള്ളവർ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ പടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള പ്രാഥമിക തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലൊക്കെ തോമസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ പലപ്പോഴും കേരള ഗവൺമെൻറ്റിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ മലയാള പടങ്ങളുടെ മത്സരങ്ങളിൽ പല സമയത്തും ജൂറിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും തോമസിന് അങ്ങനെയുള്ള ആ തരത്തിലുള്ള ഒരു ഗ്ലാമറൊന്നും തോമസിനെ ചുറ്റിയില്ല. പോകുന്ന ചെപ്പിടി വിദ്യകളൊന്നും ആടിയ വശമില്ല. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിയാമകമായ ഒരു പ്രേരണമോ വികാരത്തിൽ പറയുക റൂളിംഗ് പാഷൻ ഉണ്ടായിരുന്നു. അത് നല്ല സിനിമയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി ലോകസിനിമയുമായിട്ട് ഇത്രയും ഗാഠമായ അടുപ്പം പുലർത്തിയിട്ടുള്ള ഒരാൾ നമ്മുടെ ചുറ്റുപാടുള്ള പക്ഷെ കാണാൻ പ്രയാസമായിരിക്കും. പക്ഷേ സിനിമ കാണുന്ന കാര്യത്തിൽ ആ സിനിമ കാണുന്ന വേളയിൽ തോന്നുന്ന ഭാഷ മറ്റൊരാളാണ് നാം അതുവരെ കണ്ട ഈ പറയത്തക്ക സവിശേഷതകളൊന്നുമില്ലാത്ത വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഈ കൊച്ചു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് മറ്റൊരു ലോകത്തിന് രൂപം കൊള്ളുകയാണ്. സിനിമ കാണുന്ന രീതിക്ക് പോലുമാണ് ആ തീക്ഷ്ണത മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏകാഗ്രമായ ഒരു സിനിമാ സ്വാതന്ത്ര്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഏതാണ്ടൊരു ഒരു സഭയെ പോലെയോ ഒരു സാധനം പോലെയോ ഒക്കെ തന്നെ ഈ സിനിമാ സ്വാതന്ത്ര്യത്തെ കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിട്ടാണ് തോമസിനെ ഞാൻ അറിയുന്നത്. ഋഷിതുല്യം നല്ല ചിത്രങ്ങൾ അനുഭവിച്ചറിയുന്ന ചർച്ചകളിലൂടെ അത് പങ്കുവയ്ക്കുന്ന M.F. തോമസ് അതുകൊണ്ട് തന്നെ നല്ല സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകനാണ്. എത്ര കാലമായി തോമസ് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പഠിക്കുകയും അത് ചർച്ചകളിലൂടെ മറ്റ് ഫിലിം സൊസൈറ്റികളിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള യോഗങ്ങളിലൂടെയൊക്കെ തോമസ് തൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വളരെ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമാണ്. നമ്മുടെ ചലച്ചിത്ര ഫെസ്റ്റിവലുകളിൽ ഇത്രയും ഊർജ്ജസ്വലനായ ഒരു കാഴ്ചക്കാരൻ തോമസ് അല്ലാതെ മറ്റായിട്ടുണ്ടാവും. ഇന്ത്യൻ സിനിമയെ കൈപിടിച്ചുയർത്തി നവസിനിമാ സംസ്കാരത്തെ പരിചയപ്പെടുത്തുന്നതിൽ രാജ്യത്തെ ചെറുതും വലുതുമായ ചലച്ചിത്രോത്സവങ്ങൾക്കും ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങൾക്കും അടിത്തറ പാകുന്നതിൽ P.K. നായർ എന്ന മഹാനായ മനുഷ്യനും
ദേശീയ ഫിലിം ആർക്കൈവ് നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ആയിരക്കണക്കിന് ചലച്ചിത്രങ്ങൾ സംരക്ഷിച്ചു സൂക്ഷിക്കുന്നത് ഫിലിം ആർക്കൈവ് ആണെങ്കിൽ, ആയിരക്കണക്കിന് ചിത്രങ്ങൾ കണ്ട് അവയെ സംബന്ധിക്കുന്ന വിജ്ഞാന കോശമായി മാറിയ ആളാണ് എം.എഫ്. തോമസ്. പൂനെയിൽ നമ്മുടെ ഫിലിം ആർക്കൈവുകൾ, ആ ഫിലിം ആർക്കൈവാണ് ഇന്ത്യയിലത്തെയും ഇപ്പോൾ കേരളത്തിലെ ലോകത്തിലുള്ള പടങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ലൈവായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ഈ പ്രവർത്തന നിരതരായിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകൾ സമാന്തരമായിട്ടുള്ള ആർക്കൈവാണെന്ന് പറയാം. അപ്പോൾ എം.എഫ്. തോമസ് അദ്ദേഹത്തിന് ഈ മനുഷ്യരുമായിട്ടുള്ള ഈ സിനിമയോടുള്ള ഭാഷ മാത്രമല്ല, മനുഷ്യരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലും അത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഴുതുന്നവരോട്, സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് ഒരു ആദരവ് വെച്ച് നിർത്തുന്ന ഒരാളാണ്. മനുഷ്യരോടും ഈ മമതയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യൻ നിലയ്ക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളുടെ ഭാഗമാണ് സിനിമയോടുള്ള ഈ പാഷൻ. ആ പാഷനാണ് അദ്ദേഹത്തെ എഴുത്തുകാരനാക്കിയത്, സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാക്കിയുള്ളത്. ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് ഒരു മാനസികമായിട്ടുള്ള കരുത്ത് അദ്ദേഹം നൽകിയത്. സൂര്യക്ക് ഇപ്പോൾ 40 വയസ്സായി. ഇന്നും സംശയങ്ങൾ തീർക്കുന്നത് എം.എഫ്. തോമസിനോട് ചോദിച്ചുകൊണ്ടാണ്. ഒരു എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ പറയാം, സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയ. എന്ത് സംശയം ആർക്കുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത് അദ്ദേഹത്തെയായിരിക്കും. ഒരു തിരുത്തൽ ശക്തിയായി, മറ്റുള്ളവർക്കൊരു കോംപ്രമൈസ് ചെയ്ത് സിനിമ എടുക്കുന്നവർക്കൊരു പേടി സ്വപ്നമായി അദ്ദേഹം ഇപ്പോഴും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നത് സന്തോഷം നൽകുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിക്കായി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് എം.എഫ്. തോമസ് ഉൾച്ചേർന്നിരുന്നു. കുറച്ചുകാലം പത്രപ്രവർത്തകനായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവിതം, ഒരുപാട് മഹാരഥന്മാരുടെ കൂടെയുള്ള ജീവിതം, അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഒക്കെ എന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡയറക്ടറായ എൻ.വി. കൃഷ്ണവാര്യർ, അതുപോലെ എസ്. കുപ്തൻ നായർ, ഡോക്ടർ കയൻ എഴുത്തച്ഛൻ, പുനലൂർ ബാലൻ, പഴവുള്ള രമേശൻ, ഡോക്ടർ എം. അച്യുതൻ, വിഷ്ണുനാരായണ നമ്പൂരി, ഡോക്ടർ എം.പി. പരമേശ്വരൻ, അങ്ങനെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാരും സാഹിത്യകാരന്മാരും നിരൂപകരും ഒക്കെയുള്ള ഒരു വലിയ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഒപ്പം അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ മകനെ പോലെ കാണുന്ന ഒരവസ്ഥയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ ചലച്ചിത്ര ഗ്രന്ഥങ്ങൾ എന്ന ഒരു ശാഖ രൂപപ്പെടുന്നതിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ ഭാഗമായി എം.എഫ്. തോമസും നിർണായക പങ്കുവഹിച്ചിരുന്നു. ശ്രദ്ധിക്കപ്പെട്ട നിരവധി ചലച്ചിത്ര ഗ്രന്ഥങ്ങളുടെയും നിരൂപണങ്ങളുടെയും കർത്താവാണ് അദ്ദേഹം. മറ്റു ചലച്ചിത്ര നിരൂപകരിൽ നിന്നും അല്ലെങ്കിൽ ചലച്ചിത്ര ആസ്വാദകരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന ഒന്നാണ്. തോമസിന് ഒരിക്കലും സിനിമയുടെ ഈ ആസ്വാദനവും ഈ എഴുത്തും ഇതിനപ്പുറം ഒരു ലക്ഷ്യവുമില്ല. അദ്ദേഹം ഇങ്ങനെ അതേ ഒരു പതികനെ പോലെ, ശുദ്രവസ്ത്രധാരിയായി ഒരു പതികനെ പോലെ സിനിമയോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ക്ലാസിക്കുകൾ മുതൽ സാധാരണ സിനിമകൾ വരെ കാണുകയും അതിനെക്കുറിച്ച് തൻ്റേതായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ആ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് തോമസിൻ്റെ. വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തോളിലൊരു സജീവമായി ഇങ്ങനെ ഒരു തിയേറ്ററിൽ നിന്നും മറ്റൊരു തിയേറ്ററിലേക്ക് ഈ ഫെസ്റ്റിവലുകളിലൊക്കെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തോമസിൻ്റെ രൂപം നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിശേഷിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം
മലയാളത്തിൽ അന്ന് വരെ ചലച്ചിത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെടാതിരിക്കുകയും പ്രസിദ്ധീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്ത ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഇന്നും മലയാളത്തിലെ ചലച്ചിത്ര ഗ്രന്ഥങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളായിട്ടുള്ള എല്ലാ കാലത്തും റെഫറൻസായിട്ട് ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും അതിന് പിന്നിൽ നിൽക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് ചാരിതാർത്ഥ്യജനകമായിട്ട് തോന്നുന്നുണ്ട്. മറക്കാനാവാത്തൊരു കാര്യമാണ്, അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുകൂടെയാണ് ഈ സിനിമാ ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണമായി തുടങ്ങുന്നത്. അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ചലച്ചിത്രത്തിൻ്റെ പോലുള്ള ഞാൻ എഴുതിയ പുസ്തകമാണ്. അത് ചലച്ചിത്ര സമീക്ഷയ്ക്ക് നേട്ടവാടി എത്തിയ ഉടൻ തന്നെയാണ് തോമസ് അത് എന്നോട് പറയുന്നത്. കാരണം ആ ഒരു സന്ദർഭമാണ് തോമസിന് അത് മുകളിലോട്ടുള്ളവരെ കൊണ്ട് പെട്ടെന്ന് അംഗീകരിപ്പിക്കാനും കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കാരണം ഒരു പ്രത്യേക സമയത്തിനകത്ത് തന്നെ അങ്ങനെ ഒരു പുസ്തകം എനിക്ക് തയ്യാറാക്കാൻ കഴിയും. ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ആ പുസ്തകത്തിന് കിട്ടി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ചലച്ചിത്ര സാഹിത്യത്തിൻ്റെ രംഗത്ത് അത് ഒന്നാമത് തന്നെ നിൽക്കാനുള്ള കാരണം തോമസിൻ്റെ ആ ഒരു അർപ്പണം. ഞാൻ എൻ്റെ ഒരു ലേഖനങ്ങളിൽ ഒരു സമാഹാരം ഇറക്കാൻ തോമസ് അവിടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സബ്ഡിറ്ററായിട്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ലേഖനങ്ങളിൽ ഒരു സമാഹാരം ഇറക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് തോമസാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയുടെ ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ അങ്ങനെ ഒരു പുസ്തക എഴുത്തുകാരനായിട്ടല്ല തുടങ്ങിയത്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ പലയിടത്തായിട്ട് പല കാലത്ത് എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് അതിൻ്റെ പേര് പോലും ഞാനാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതാണ് സിനിമയുടെ ലോകം. അതിന് ദേശീയ ഏറ്റവും മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. വിജയേഷിൻ്റെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള പുസ്തകങ്ങൾ, ഡോക്ടർ രാജേഷിൻ്റെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ലഭിച്ച പുസ്തകം, അതുപോലെ ഷൺമുഖദാസിൻ്റെ പുസ്തകങ്ങൾ, കെ വേലപ്പൻ എഴുതിയ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് സമാഹരിച്ച് അതിൻ്റെ പേരും ഞാൻ നിർദ്ദേശിച്ചതാണ് സിനിമയും സമൂഹവും. അങ്ങനെ ഒരു പുസ്തകം ഇറക്കുകയും അതിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമ പുസ്തക ശാഖയിൽ മലയാളത്തിൽ അന്ന് ഏറ്റവും പേരുള്ള പ്രസിദ്ധീകരണശാല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി തീർക്കാൻ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണശാലയായിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിതാർത്ഥ്യജനകമായിട്ട്